ഈ രാമക്ഷേത്രം നൂറ്റാണ്ടുകളായി ഹിന്ദുക്കളുടെ സ്വപ്നമായിരുന്നു. 500 വർഷത്തെ പോരാട്ടത്തിന് ശേഷമാണ് രാമക്ഷേത്രം യാഥാർത്ഥ്യമായത്, പുനഃസൃഷ്ടിക്കപ്പെട്ടത്. യാഥാർത്ഥ്യമായത് എന്നല്ല, പുനഃസൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയുന്നു. അത് മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ്. പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു. രാമക്ഷേത്രത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഒരു 4-5 സർക്കാരുകൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. തീക്ഷ്ണമായ സമരങ്ങൾ, ഒരുപാട് ആളുകളുടെ ജീവിതം ഹോമിക്കപ്പെട്ട സമരമാണ്. നമ്മൾ ഗോദ്ര ഒക്കെ ഓർക്കണം, തീവണ്ടി തീവയ്പ്പൊക്കെ. ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന സമയവുമായി വന്ന് തൊട്ട് മുമ്പ് വരെയുള്ള കാലത്തും ഒരുപാട് കാർ സേവകർക്ക് ജീവൻ പോയി. മുലായം സിംഗ് ഒരുപാട് പേരെ വെടിവെച്ച് സരയൂ നദിയിലേക്ക് ജഡം വലിച്ചെറിഞ്ഞതെന്ന് നമുക്കറിയാം. അപ്പോൾ വലിയ വൈകാരികമായ അനുഭവങ്ങൾ സാക്ഷി പറയുന്നൊരു മണ്ഡലമാണ് രാമക്ഷേത്രം നിലനിൽക്കുന്ന ഫൈസാബാദ്. പക്ഷേ അവിടെ BJP ദയനീയമായി തോറ്റുപോയി. അതെ, അവിടെ BJP തോറ്റിരിക്കുന്നത് 54,567 വോട്ടിനാണ്. അവിടെ ജയിച്ചത് അവധേഷ് പ്രസാദ്, SP-യുടെ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ദലിതനാണ്. 83% ഹിന്ദുക്കളുള്ള മണ്ഡലമാണ്. പേര് ഫൈസാബാദ് എന്നാണെങ്കിലും അതെ, ആ പേരും മാറ്റേണ്ടതാണ്. 9 തവണ MLA ആയിരുന്ന ആളാണ് അവധേഷ് പ്രസാദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ തന്നെ നല്ല ബുദ്ധി അഖിലേഷ് കാണിച്ചിട്ടുണ്ട്. 9 തവണ MLA എന്നൊക്കെ പറയുമ്പോൾ വളരെ പരിചിതനായ വർഷം അല്ലേ? അതെ, അങ്ങനെ ഒരാളെ തെരഞ്ഞെടുത്ത് ഒരു പ്രസ്റ്റീജ് മണ്ഡലത്തിൽ നിർത്തി. അത് മാത്രമല്ല, സാറ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ജനറൽ സീറ്റിൽ ഒരു ദലിതനെ നിർത്തി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും ധൈര്യമില്ല. അവരിപ്പോഴാണ് ഒരു ദലിതനെ എടുത്ത് പോളിറ്റ് ബ്യൂറോയിൽ വെച്ചിരിക്കുന്നത്. ബംഗാളിൽ നിന്ന് ഏതെങ്കിലും ഒരു SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാളെ CPIM എന്ന് പറയുന്ന ഈ പാർട്ടി ഒരു ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ചിട്ടുണ്ടോ? അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ KK വിജയകുമാറിനെ കണ്ടിരുന്നു. നമ്മുടെ പൊതുഭരണ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അദ്ദേഹം MK കൃഷ്ണൻ ഫൗണ്ടേഷൻ്റെ ഒരു മീറ്റിങ്ങിൽ BTH വന്നപ്പോഴാണ് കണ്ടത്. അദ്ദേഹം പഴയൊരു സംഭവം ഓർമ്മിച്ചു. MK കൃഷ്ണൻ വനമന്ത്രിയൊക്കെ ആയിരുന്നല്ലോ. MK കൃഷ്ണന് BSCക്കോ മറ്റോ റാങ്കൊക്കെ ഉണ്ടായിരുന്നു, കെമിസ്ട്രി. അദ്ദേഹത്തിന് PBയിൽ ചിലപ്പോൾ ആദ്യ ദളിതനൊക്കെ ആയിട്ട് എടുക്കാവുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇവര് കേന്ദ്ര കമ്മിറ്റിയിൽ പോലും എടുത്തില്ല. അപ്പോൾ MM ലോറൻസ് ദളിതൻ ജാഥ വിളിക്കാൻ മതി എന്താണ് CPM കാലങ്ങളായി കരുതിയത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. MM ലോറൻസ് 3 തവണ 9-ൽ തോറ്റപ്പോഴാണ് പഠിത്തം നിർത്തിയത്. ഈ ലോറൻസിനെ എടുത്തിട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ TK രാമകൃഷ്ണൻ 6ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയതാണ്. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ വന്നു. MK കൃഷ്ണൻ ഒരിക്കലും കേന്ദ്ര കമ്മിറ്റിയിൽ വന്നില്ല. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഇപ്പോഴെങ്കിലും വന്നായിരുന്നോ, AK ബാലനൊക്കെ എടുത്ത് വെക്കായിരുന്നല്ലോ എന്ന്. അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞത്, ബംഗാളിൽ നിന്ന് ഇപ്പോൾ ഒരാളെടുത്ത് ഡോക്ടറാണ്. അല്ല, CPM-ൽ ഉണ്ടായിരുന്ന ദളിത് നേതാക്കളുടെ അവസ്ഥ എന്താണ്? ചാത്തുണ്ണി മാസ്റ്ററെ കണ്ടില്ലേ? ജനശക്തി ഫിലിംസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് നിസാരം ഏതാണ്ട് ആയിരങ്ങളുടെ വ്യത്യാസം, കണക്കിൽ 5000-2000 രൂപ കണക്കിൽ വ്യത്യാസം വന്നുവെന്ന് ചാത്തുണ്ണി മാസ്റ്ററെ പോലെയുള്ള വലിയ പ്രബലനായ ഒരു നേതാവിനെ CPM പടിയടച്ച് പിണ്ടം വെച്ച് പുറത്താക്കി. മുമ്പും അവർക്ക് ഇദ്ദേഹത്തിന് ദളിതന്റെ വോട്ട് മതി, ദളിതൻ പാർട്ടി ഭരിക്കാൻ പറ്റ. അതെ 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 അതെ, നമുക്ക് നമ്മുടെ അയോധ്യയിലേക്ക് വരാം. അതെ, അപ്പൊ ഇങ്ങനൊരു ദലിതനെ എടുത്ത് അവിടെ നിർത്തിയപ്പോൾ തന്നെ അത് ഭയങ്കരമായ ഒരു ഓളം സംസ്ഥാനത്തൊട്ടാകെ. അവിടുത്തെ പ്രധാനപ്പെട്ട ദലിത് നേതാവാണല്ലോ. 9 തവണ MLA ആയി എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും അവിടെ ഒരു കാര്യമുണ്ട്, ജനം ഇടപെടാം. അതായത് ഈ സാറ് UP എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാർ, DYFIക്കാരും വിവരമില്ലാത്ത SFIക്കാരും ഒക്കെ പറയാറുണ്ട്. UP എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. ഈ സുഡാപ്പികളും കളിയാക്കും. UP എന്ന് പറയുന്നവർ, UP എന്നവർ പറയത്തില്ല. അവിടെ എല്ലാവരും ജാതീയമായിട്ട് ചിന്തിക്കുകയാണ്. ഹിന്ദുക്കൾ മുഴുവൻ സവർണ ഫാസിസ്റ്റുകളാണെന്നൊക്കെ പറയുന്നത്. ജനറൽ സീറ്റിൽ ദളിതനെ മത്സരിപ്പിച്ചിട്ട് അവിടുത്തെ സവർണ ഹിന്ദുക്കൾ വോട്ട് ചെയ്തു. അതെ, അങ്ങനെ ചെയ്തിരിക്കുന്നു. ഒരിക്കലും ഇവിടെ ജനറൽ സീറ്റിൽ അങ്ങനെ ഒരാളെ കേരളത്തിൽ ചിന്തിക്കാൻ പറ്റില്ല, ചിന്തിച്ചിട്ടില്ല. നവോത്ഥാനം, 2ാം നവോത്ഥാനം ഒക്കെ പ്രഖ്യാപിച്ചിട്ടിരിക്കുന്ന ഇപ്പൊ കേരളത്തിൽ ഇപ്പോഴും ചിന്തിക്കാനാണ് ഒരു ദളിതനെ ജനറൽ സീറ്റിൽ മത്സരിക്കും. പക്ഷെ UP-ൽ അഖിലേഷ് മത്സരിപ്പിച്ചു. അയാളെ സവർണ ഹിന്ദുക്കളുടെ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ, അയോധ്യ മണ്ഡലത്തിൽ ജയിപ്പിക്കാൻ പറ്റി. അപ്പൊ UP-ലെ ആളുകൾ എത്ര ഭേദം കേരളീയരെക്കാൾ. അതെ, നമ്മൾ പറയുന്ന ആ രാമാനന്ദി സെക്ട് തന്നെ പിന്നാക്കക്കാര്
കൂടുതലടങ്ങുന്ന പിന്നാക്കക്കാരായ സന്യാസിമാരടങ്ങുന്ന സമൂഹമാണ് ആ അയോധ്യയില്. ആ പ്രതിഷ്ഠയുടെ കാര്യത്തിൽ അങ്ങനെ ആചാരം നോക്കിയെങ്കിലും അവിടെ ആളെ നിർത്തുമ്പോൾ അത് നോക്കിയില്ല. അവിടെ സിറ്റിംഗ് MP ആയിരുന്ന ലല്ലു സിംഗിനെയാണ് നിർത്തിയത്. ലല്ലു സിംഗ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ സന്തോഷ് കുമാർ ഹെഗ്ഡെ കർണാടകയില് ഞങ്ങൾ ഭരണഘടന മാറ്റെന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 3-2 ഭൂരിപക്ഷം കിട്ടും, ഞങ്ങൾ ഭരണഘടന മാറ്റെന്ന് പറഞ്ഞൊരു വിടുവായത്തം പറഞ്ഞു ബംഗളൂരില്. അത് ഉടനെ ലല്ലു സിംഗ് എടുത്തിട്ട് അയോധ്യ പറഞ്ഞു ഞങ്ങൾ ഭരണഘടന മാറ്റും എന്ന് പറഞ്ഞതെടുത്തിട്ട് അഖിലേഷ് യാദവ്, നമ്മൾ ശ്രദ്ധിക്കാതിരുന്നതാണെന്ന്, അഖിലേഷ് യാദവ് പറഞ്ഞു അയാൾ പറഞ്ഞു ഭരണഘടന മാറ്റും, ഭരണഘടന മാറ്റിയിട്ട് ഇവർ ചെയ്യാൻ പോകുന്നത് ദലിത് സംവരണം എടുത്തു കളയും എന്ന് വലിയ തോതിൽ ക്യാമ്പയിൻ ചെയ്തു, ഭയങ്കരമായിട്ട് ക്യാമ്പയിൻ ചെയ്തു. ദലിത് സംവരണം പോവുകയാണെന്ന്. മോദി പറഞ്ഞിരുന്നത് OBC സംവരണത്തിന്റെ കാര്യം മാത്രമാണ്, മിണ്ടിയില്ല ആ കൂട്ടത്തിൽ. പേടിച്ചുപോയി. ആ OBC സംവരണം മോദി പറയുമ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇത് എന്ത് ഈ OBC എന്ന് മാത്രം പറയുന്നത്, ഒരു സംവരണവും മാറ്റില്ല, മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കുന്ന പ്രശ്നവും ഇല്ല എന്നായിരുന്നു മോദി പറയേണ്ടതായിരുന്നു. പക്ഷെ ആവർത്തിച്ച് OBC എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അല്ല, ഡാറ്റ വരുമ്പോൾ എക്സിറ്റ് പോളിന്റെ സമയത്ത് ഡാറ്റയും അത് പറയുന്നുണ്ട്. OBC ഏതാണ്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു പോയി. ST പട്ടികവർഗക്കാർ 9% OBC മറ്റേ വോട്ട് കിട്ടുന്നു പറഞ്ഞു. STയുടെ 65% കിട്ടും. പക്ഷെ ദളിത് വോട്ടുകൾ കൂടുതൽ കോൺഗ്രസിന് അനുകൂലമായിരിക്കും, ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കും സർവേ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ഇതാണ്, എക്സിറ്റ് പോളിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ പ്രദീപ് ഗുപ്തയില്ലേ ആക്സിസിന്റെ, അതേ ഇന്ത്യ ടുഡേ ചാനലിൽ പൊട്ടിക്കരഞ്ഞു, എനിക്കിത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ തവണ ശരിയാക്കിയതാണല്ലോ, എന്താ കുഴപ്പം? എനിക്കും തോന്നിയിരുന്നു ഈ SC വോട്ടും യാദവ് വോട്ടും BJPക്ക് കിട്ടില്ല, മുസ്ലിം വോട്ടും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടും 70 സീറ്റ് BJPക്ക് കിട്ടുന്ന അങ്ങേര് അത് പശകായിപ്പോയി. അപ്പൊ സത്യം പറയണായിരുന്നു. അല്ല, മുസ്ലിം വോട്ടുകൾ സ്വാഭാവികമായി ഇന്ത്യ മുന്നണിക്ക് പോകും. അതിൽ നിന്ന് SC കുറഞ്ഞാൽ, യാദവ് കുറഞ്ഞാൽ, യാദവ് OBC വോട്ടുകളാണ്, ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ഒരു സ്ലൈഡ് ഉണ്ടാവും. അത് ഏതൊക്കെ മണ്ഡലത്തിനെ ബാധിക്കുന്നൊക്കെ അവർക്ക് സെഫോളജിയിൽ പറയാനായിട്ട് കഴിയാമായിരുന്നു. പക്ഷെ ആർക്കും ധൈര്യമില്ലായിരുന്നു UP തോക്കും എന്ന് പറയാനുള്ള. അതാണ് സർവേയിലൊക്കെ ചിലപ്പോൾ കണ്ടു കാണും. പക്ഷെ UPയോ പോകും, അയോധ്യ പണിത് വെച്ചിരിക്കുന്നു, യോഗി അവിടെ നിൽക്കുന്നു, മോദി പലതവണ വരുന്നു, യോഗി മോദി തമ്മിലുള്ള ദൃഢമായ ഒരു ബന്ധമുണ്ടെന്ന് എല്ലാവരും കാണുന്നു. ഇനി അമ്പലത്തിന്റെ കാര്യം പറയട്ടെ. ഈ ക്ഷേത്രം അവിടെയുള്ളവർ ഇപ്പോൾ ഈ റിസൾട്ട് വന്ന ശേഷം കാണുന്ന പത്രങ്ങളിൽ അവർ പറയുന്നത് അത് വരത്തന്മാരുടേതായിരുന്നു, ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ എല്ലാ ദിവസവും ഒന്നും പോകില്ല, എന്നിട്ടത് പണിതപ്പോൾ സംഭവിച്ചതാണ് പ്രശ്നം. ആ അമ്പലം പണിയാനും അതിനനുബന്ധിച്ച സ്ട്രക്ചേഴ്സൊക്കെ പണിയാനും വേണ്ടിയിട്ട് ധാരാളം സ്ഥലം, കടകൾ ഒക്കെ അവിടെ ഏറ്റെടുത്തു. എയർപോർട്ട് പണിയാൻ, റെയിൽവേ പണിയാൻ, 2 കിലോമീറ്റർ ദൂരത്തിലെ അമ്പലത്തിലേക്ക് എലിവേറ്റഡ് റോഡ് പണിയാൻ, മുകളിൽ കൂടി 84 കോസി പരിക്രമ മാർഗ് പണിയാൻ, പാതകൾ, സ്ഥലം ഏറ്റെടുത്തു. അവർക്ക് കടകൾ പകരം കൊടുക്കുന്നു പറഞ്ഞവർക്ക് കടകൾ കൊടുത്തില്ല. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുത്തിട്ടില്ല. 100 കോടി രൂപ ചെലവാക്കിയെങ്കിലും നഷ്ടപരിഹാരം കിട്ടേണ്ടവർക്ക് കിട്ടിയിട്ടില്ല. 450 കടകൾ പൊളിച്ചു, അവർക്ക് തിരിച്ച് കടകൾ കൊടുത്തിട്ടില്ല. ഇതാണ് പ്രശ്നം. എന്നിട്ടിപ്പോൾ അവധേഷ് പ്രസാദ് ജയിച്ചപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത് ഇവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്യും, അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഈ തോറ്റുപോയ ലല്ലു സിംഗിൻ്റെ വാചകം, ഞാൻ അയോധ്യയുടെ അഭിമാനം കാത്തില്ല എന്നാണ്. രാമന്റെ ദുഃഖം, ഞാൻ അയോധ്യയുടെ മാനം കാത്തില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ. നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കുക, പുനരധിവസിപ്പിക്കുക, കടകൾ നഷ്ടപ്പെട്ടവർക്ക് കടകൾ, ഇങ്ങനത്തെ പരാജയങ്ങളുണ്ട്. RSS അല്ലെങ്കിൽ സംഘം പറയുന്നത് മാനവസേവ മാധവസേവ എന്നാണ്. മനുഷ്യനെ സേവിക്കാതെ മാധവനെ സേവിച്ചിട്ട് ഒരു കാര്യമില്ല. അത് UP വരച്ചു കാട്ടി. ഈ അയോധ്യയിൽ വലിയൊരു വികാരമായിരുന്നു ഈ ജനങ്ങളെ മാനിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നം. അല്ല, BJP ഓർമ്മിക്കട്ടെ, നമുക്ക് അവസാനിപ്പിക്കാം ഒരിക്കൽ കൂടി. മാനവസേവയാണ്
നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഇല്ലേ സ്ട്രക്ചറൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ അവിടുത്തെ ജനങ്ങളുടെ കാഴ്ചപ്പാട് ഇതാണ്, ജനങ്ങളുടെ കണ്ണീര്, രാമന്റെ ദുഃഖം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.